നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു സെഷൻ്റെ മോഡറേറ്ററായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഒത്തിരി സമയമില്ല, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. നമ്മളിവരുടെ അഭിപ്രായം കേൾക്കാനാണ്. ഈ ഹെഡിങ് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഞാൻ തന്നെ വേണോ? കാരണം കെട്ടിയ ഒരാളാണ് ഞാൻ. ഇവരെല്ലാം കെട്ടണ്ട എന്ന്, എനിക്ക് കെട്ടണ്ട എന്നുള്ള ടൈറ്റിൽ ശരിക്കും ഞാൻ അവരോട് പറഞ്ഞു, ഇത് അങ്ങനെയല്ല ടൈറ്റിൽ വേണ്ടത്. എന്നെ കെട്ടണ്ട എന്നാണ്. എനിക്ക് കെട്ടണ്ടെന്നല്ല, എന്നെ കെട്ടിയിടണ്ട എന്നുള്ള സാധനമാണ് ടൈറ്റിൽ വേണ്ടത്. അതാണ് എനിക്ക് തോന്നിയ ഒരു ടൈറ്റിലിന് ചെറിയൊരു വ്യത്യാസത്തോടു കൂടി തുടങ്ങുകയാണ്. അപ്പം നമുക്കറിയാം, ഞാനധികം സമയം മറ്റൊന്നും എടുക്കുന്നില്ല. 3 പേരും പ്രഗത്ഭരായ ചിന്തകരാണ്. ടീച്ചറും നമ്മളും കണ്ണൂർ, എല്ലാവരും ടീച്ചർ കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലേ? ടീച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മളൊരു പരിപാടിക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളാണ് ഇപ്പം അധികം പരിചയമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ. എന്താണെങ്കിലും നിങ്ങളുടെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദ്യം എന്നല്ല, നമുക്ക് ചർച്ച കേട്ടോ, ചോദ്യം ഉത്തരവും എന്നുള്ള പരിപാടി അല്ലല്ലോ. എന്നാ വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ ഒരു കാരണം, അതിപ്പം എല്ലാവരും ഒരു ഉണ്ട് പരസ്യമായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ കൗമാരപ്രായം കഴിയുമ്പോൾ നമുക്ക് ലൈംഗിക വികാരങ്ങൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ലൈംഗികത, അതിന് സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടാകണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു അവസരവും കിട്ടുന്നില്ലെന്ന്. എനിക്ക് അവസരമില്ലായിരുന്നു. വേറെ അങ്ങനെ അതിൻ്റെ ഒരു സംഭവം പരിപാടി അതിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം കല്യാണം കഴിച്ചാൽ മാത്രം ഇത് കിട്ടൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ സാഹചര്യം അതായിരുന്നു, എൻ്റെ സാമൂഹിക സാഹചര്യം അതായിരുന്നു. അല്ലാതെ ഉള്ള ഒന്നിനും എനിക്ക് ഇത് കിട്ടാത്തതുകൊണ്ടാണ്. എനിക്ക് അറിയേണ്ടത്, നിങ്ങൾക്ക് ഇത്തരം എന്തെങ്കിലും സാഹചര്യങ്ങൾ, ഇതിൻ്റെ സാഹചര്യമല്ല ഇത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് കെട്ടണമെന്ന് തോന്നാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിനെ മറികടന്ന എങ്ങനെ? ഈ കാര്യമാണ് എനിക്കറിയേണ്ടത്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സാഹചര്യം ഇതായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം എന്ന് പറഞ്ഞാൽ എല്ലാം വരും കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ ഈ സമൂഹത്തിൽ നിന്നും കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെ എങ്ങനെ നിങ്ങൾ മറികടന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് സുനൈന മാഡത്തോട് ചോദിക്കുന്നത്. എനിക്ക് കെട്ടേണ്ട എന്ന വിഷയം ആദ്യം ഞാൻ കേട്ടപ്പോൾ ഒരു കൗതുകമാണ് തോന്നിയത്. ഇപ്പോൾ വിനോയ് പറഞ്ഞ പോലെ തന്നെ, അതായത് എനിക്ക് ആരെയും കെട്ടിയിടേണ്ട, ഐ ഡോണ്ട് വോണ്ട് ടു ടൈ അപ്പ് എനിവൺ എന്നുള്ളത് തന്നെ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതിൽ സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദരമായ ആകാശങ്ങളെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് ആലോചനകളൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് തോന്നി. അതുപോലെ തന്നെ എനിക്ക് ആരാലും കെട്ടപ്പെടുകയും വേണ്ട, ഐ ഡോണ്ട് വോണ്ട് ടു ബി ടൈഡ് അപ്പ് ബൈ എനി വൺ എന്നുള്ള ഒരു ആശയം കൂടെ അതിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കെട്ടേണ്ട, ആ എനിക്ക് എന്നതിൽ ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ ഞാൻ എന്ന എൻ്റെ ഐഡൻറ്റിറ്റി അതിനെ അസേർട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെയും തോന്നി. അതാര് പറഞ്ഞാലും, ഒരു സ്ത്രീയോ പുരുഷനോ ഏത് ജെൻഡറിൽപ്പെട്ട ഒരാൾ പറഞ്ഞാലും, എനിക്ക് എൻ്റെ എന്നതിനെ അസേർട്ട് ചെയ്യാൻ വളരെ ശക്തമായി മുന്നോട്ട് വെക്കാൻ കഴിയുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പാണ്. എനിക്ക് കെട്ടേണ്ട എൻ്റെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു ചോയ്സാണ്. അത് പറയുമ്പോൾ നമ്മുടെ ഒരു ഏജൻസി അതിലുണ്ട്, ഒരു ഓട്ടോണോമി അതിലുണ്ട്, ഒരു ശക്തമായ വോയിസ് അതിലുണ്ട്. അതിലും എനിക്കൊരു കൗതുകവും സന്തോഷവും ഒക്കെ തോന്നി. ഇനി വിനോയ് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് കെട്ടാൻ ഉള്ള അങ്ങനെയുള്ള എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്നത് എങ്ങനെയാണെന്ന്. ഞാൻ വരുന്ന ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി ആൻഡ് റിലേറ്റീവ്ലി ഈ സമ്മർദ്ദം കുറവായിരുന്നു. ഞാൻ വരുന്നത് മലപ്പുറത്തെ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ലൊക്കാലിറ്റിയിൽ നിന്നാണ്. പക്ഷേ എൻ്റെ വീടും എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയും കുറേ കൂടെ തുറന്ന ചിന്താഗതിക്കാരായ ആളുകളായിരുന്നത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രിവിലേജസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേരൻസ് ആയിരുന്നു എന്നുള്ളത് ഒരു പ്രിവിലേജ് തന്നെയായിട്ടാണ് എൻ്റെ ചുറ്റുമുള്ള വീടുകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കല്യാണത്തിൻ്റെ സമ്മർദ്ദം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ
ഈ പറയുന്ന ഒരു കല്യാണത്തിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ പൊതുവേ ഉള്ളത്. ഞാൻ മറികടന്നത് ഇത് ഒരിക്കലും എൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ടില്ല. ഇതുവരെയും കല്യാണം എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഒരു പ്രയോറിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു കാലത്തും. ഇനി അതിന് കല്യാണം എന്ന് പറയുന്നത് ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് അല്ലേ? ലൈംഗിക ജീവിതത്തിന്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ലൈംഗിക ജീവിതത്തിന് വേണ്ടിയാണ് വേറൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് കല്യാണ ജീവിതത്തിലേക്ക് കടന്നു. ലൈംഗിക ജീവിതത്തിന് കല്യാണം കഴിക്കണ്ട എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ധാരണയുണ്ട് എന്നുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് ഇവിടെ അല്ലേ? അപ്പോൾ കല്യാണം, അതെ, ഓക്കെ ഇപ്പൊ ആ സാഹചര്യം മാറിയിരിക്കുന്നു, സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരിക്കലും പ്രയോറിറ്റി ആയിരുന്നില്ല എനിക്ക്. നമ്മളെല്ലാം കണ്ടീഷൻ ചെയ്യപ്പെടുന്ന, സോഷ്യലി കണ്ടീഷൻഡ് ആയിട്ടുള്ള സാമൂഹ്യ ജീവികളാണ്. അപ്പോൾ വീട്ടിൽ നിന്നും, ചുറ്റുപാട് നിന്നും, സ്കൂളിൽ നിന്നും, ഞാൻ പഠിച്ച സ്ഥലങ്ങളിൽ നിന്നും എല്ലായിടത്തും ഞാൻ കണ്ടീഷൻ ചെയ്യപ്പെട്ടത് ഒരു പെൺകുട്ടി ഒരു ഈ സമൂഹത്തിൽ ശക്തമായി അല്ലെങ്കിൽ സ്വതന്ത്രയായി ജീവിക്കണമെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. ബി എഡ്യൂക്കേറ്റഡ്, പഠിക്കൂ എന്നുള്ളതാണ് ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പഠിക്കൂ, കല്യാണം കഴിക്കാൻ വേണ്ടിയെന്നുള്ള ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എഡ്യൂക്കേറ്റഡ് ആവുക, മാക്സിമം ഒരു എഡ്യൂക്കേഷണൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക, സ്വന്തമായി ജോലി, സ്വന്തമായി നമ്മൾക്ക് ഏൺ ചെയ്യാൻ കഴിയുക, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് കല്യാണം ഒരു പ്രയോറിറ്റി ആയിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ രണ്ടുപേരും രണ്ട് സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, അതാണ് ഈ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം. വളരെ വ്യക്തമാണ്. സ്വാതന്ത്ര്യം ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നെക്കാൾ. എനിക്കത്ര ഇല്ലായിരുന്നു. എന്നെക്കാൾ സ്വാതന്ത്ര്യമുള്ള ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ടാണ് ഒരു ഇതുണ്ടായത്. ടീച്ചറെ, എന്താണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കെട്ടണ്ട എന്നൊരു വിഷയത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് എന്നോട് മനോരമയുടെ ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊരു തമാശയായിട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത്. പക്ഷേ നമുക്കറിയാതെ ഒട്ടുമേ ലളിതമായ ഒരു സംഗതി അല്ല ആ പറയുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ പൊതുവേ വിവാഹത്തോട് വിമുഖത കാണിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള പഠനങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യാൻ മനോരമയെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികൾ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വളരെ ഗൗരവമുള്ള നമ്മളുടെ നിലവിലെ കുടുംബ ബന്ധങ്ങളെ അതേപോലെ തന്നെ ലിംഗബന്ധങ്ങളെ ഒക്കെ പ്രശ്നവൽക്കരിക്കുന്ന വലിയൊരു സങ്കീർണമായ ഇഷ്യൂ ആയിട്ട് ആ ചോദ്യം മാറുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എനിക്ക് ആദ്യം വ്യക്തമാക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ധാരണയുണ്ടാവും എനിക്ക് കെട്ടണ്ട എന്ന പൊസിഷൻ എടുത്തിട്ടുള്ള നമ്മളുടെ യുവതലമുറയിലെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളിൽപ്പെട്ട ആളുകളാണ് ഞാൻ എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അത്തരമൊരു പൊസിഷനുള്ള ഈ നിങ്ങളോട് ഈ സംസാരിക്കുന്ന നിമിഷം വരെയും എനിക്ക് വിവാഹം വേണ്ട എന്ന പൊസിഷനിൽ എടുത്തിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ സുനൈന പറഞ്ഞതുപോലെ തന്നെ അതൊരിക്കലും എൻ്റെ പ്രയോറിറ്റി ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സുനൈന അവളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ജാതീയമായും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് എൻ്റേത്. അവിടെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ, അതായത് 2000-ലാണ് ഞാൻ SSLC ഒക്കെ എഴുതുന്നത്, ആ സമയത്ത് പോലും 18 വയസ്സ് ആകുമ്പോഴേ അതിനു മുമ്പേ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികൾ കല്യാണം കഴിച്ചയക്കേണ്ടവരാണ് എന്ന ധാരണ നിലനിൽക്കുന്ന, ഏകദേശം ഇന്ന് എൻ്റെ കുടുംബത്തിൽ വിവാഹം കഴിക്കാത്തവരായിട്ട് വിവാഹപ്രായം എത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയും അവശേഷിക്കുന്നില്ലെന്നിരിക്കെ ഇത്തരത്തിൽ വിവാഹം കഴിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിവാഹം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം അത്ര നിസ്സാരമായ സംഗതി അല്ല എന്നുള്ളത് തന്നെ. അത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, അതായത് സാമൂഹ്യമായും സാമ്പത്തികമായും ജാതീയമായിട്ടൊക്കെ നമ്മളുടെ പിന്നോക്കാവസ്ഥയെ നമുക്ക് എങ്ങനെ മറികടക്കാം,
എങ്ങനെ മറികടക്കാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് വിദ്യാഭ്യാസവും സ്വന്തമായി തൊഴിൽ നേടുക എന്നുള്ളത് തന്നെയാണ്. അതിനെ കോംപ്രമൈസ് ചെയ്യുന്ന യാതൊന്നും എടുക്കേണ്ടതില്ല നമ്മൾ തീരുമാനിക്കുക. അതിനർത്ഥം നമ്മൾ പ്രണയിച്ചിട്ടില്ല എന്നുള്ളതല്ല, അതിനർത്ഥം നമ്മൾ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല. നമ്മൾ എടുക്കുന്ന ഈ പൊസിഷൻ ഒട്ടും എളുപ്പമുള്ളൊരു പൊസിഷനല്ല. അതിഭീകരമായ സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം. കാരണം സൊസൈറ്റൽ പ്രഷർ, അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദം. സുനൈന പറഞ്ഞതിന് കുറച്ചൊക്കെ സമാനമാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. പഠിക്കണമെന്നവർ പറഞ്ഞിരുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവായിരിക്കുമ്പോൾ പോലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ ഘട്ടത്തിലും വിവാഹം എന്നുള്ള സംഗതിയെ അവർ നിരന്തരമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിർബന്ധിച്ചില്ല. ഇപ്പോൾ പിന്നെ അത്തരം നിർബന്ധങ്ങളൊന്നുമില്ല. അത് ഏകദേശമൊക്കെ എല്ലാ ആളുകളും എനിക്ക് വേണമെങ്കിൽ മതി എന്നുള്ള ഒരു പൊസിഷനിലേക്കാണ്. പക്ഷേ ഏതൊരു പെൺകുട്ടിയും, ഏതൊരു സാധാരണ പെൺകുട്ടിയും വളരുന്നത് പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൊസൈറ്റൽ കൺട്രോളോടും കൂടി തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയിട്ടുള്ളത്. സുനൈനയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം നേടിയ പാരൻസ് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതുമില്ല. അപ്പോൾ അവരെ കൂടി നമ്മളുടെ വഴിയിലൂടെ നയിക്കുക എന്നുള്ള, നമ്മളാണ് ശരി എന്ന് അവരെ നമ്മളുടെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പണി കൂടി നമ്മൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട സന്ദർഭം. സത്യത്തിൽ ഏകദേശം ഗവേഷണം പൂർത്തിയാക്കി ഡോക്ടറേറ്റിൽ കിട്ടുന്ന സന്ദർഭത്തിലാണ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ വഴി ശരിയാണ് എന്നുള്ളത് ഉത്തമമായ ബോധ്യത്തിലെത്തുന്നത്. അതുവരെ കടന്നുപോയിട്ടുള്ള സംഘർഷം എന്ന് പറയുന്നത് വിവരിക്കാൻ പറ്റാത്ത അത്രയും വലിയ സംഘർഷത്തിൽ, സാമ്പത്തികമായിട്ട് ഫെലോഷിപ്പുകളുണ്ട്, പക്ഷേ എന്നാൽ പോലും സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ട്, വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ട്. ഇപ്പോൾ വിനോയ് അത് പറയണ്ടായി, പലപ്പോഴും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരം വൈകാരികമായ സമ്മർദ്ദങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിലെത്തുമ്പോഴേക്കും ഈ പറയുന്നത്, കാരണം ജൂലിയറ്റ് മിഷേൽ പറയുന്ന ഒരു സാധനമുണ്ട്, വുമൻ ദ ലോങ്ങസ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെന്ന്, സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നതിന് നിരന്തരമായ സമരമാണ്, അതൊട്ടും അവസാനിക്കാത്തൊരു സമരമാണ്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഇന്ന് ഇവിടെ വന്നിരിക്കണമെങ്കിൽ, കാലിക്കറ്റ് സർവകലാശാലയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തടസ്സം നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളെയും റൂൾസ് ആൻഡ് റെഗുലേഷനെയും നിങ്ങൾ മറികടന്നേ പറ്റുള്ളൂ. അങ്ങനെ മറികടന്ന കൂട്ടത്തിൽ മറികടന്നു പോയത് തന്നെയാണ് ഈ പറയുന്ന ലൈംഗികതയോടുള്ള സമീപനം എന്ന് പറയുന്നത്. വിക്ടോറിയൻ സദാചാരം നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള, നമ്മുടെ ശരീരത്തെക്കുറിച്ചൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള സെക്സിനെ സംബന്ധിക്കുന്ന പാപപുണ്യ സങ്കല്പങ്ങളിൽ എല്ലാം മറികടന്നിട്ട് ആ തരത്തിൽ കൂടി നമ്മൾ പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മളെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുക്കുന്നതിലൂടെ മാത്രമാണ് അത് സാധ്യമാവുക എന്നുള്ളത്. ഇന്ന് വിനോയ് കടന്നു പോയിട്ടുള്ള സംഘർഷത്തെ നമ്മൾ മറികടക്കുന്നത് ആ ഒരു ധാരണ, ആ ഒരു പ്രത്യയശാസ്ത്രപരമായ ഉറപ്പ്, അക്കാദമികമായിട്ടുള്ള നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു നിലപാടുകൾ, അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം രേണിമ മാഡം ചോദ്യം ആവർത്തിക്കണ്ടല്ലോ. നമ്മൾ ഏർലി 20s അല്ലെങ്കിൽ ലേറ്റ് 20s ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണം ആയില്ലേ, ഇല്ലെങ്കിൽ കല്യാണം നോക്കുന്നില്ലേ, കല്യാണം കഴിക്കാത്തത് എന്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കുന്നുള്ളത് ഭയങ്കര എന്താ പറയുക, നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ഞാൻ പേഴ്സണലി പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. ഐ വാസ് റേസ്ഡ് ബൈ എ സിംഗിൾ പാരൻറ്റ്. അതായത് എൻ്റെ അച്ഛന് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അതിനുശേഷം മൈ മദർ റേസ്ഡ് മീ ആൻഡ് ഐ എം ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ മൈ ഫാമിലി ഹു ഗോട്ട് ഹയർ എഡ്യൂക്കേഷൻ. അപ്പം അത് എനിക്ക് ആ ഒരു പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ കാരണം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ളത് എൻ്റെ അമ്മ സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ടാണെന്നാണ്. ഒരു ഭയങ്കരമായ പാട്രിയാർക്കിക്കൽ ബൗണ്ടറീസിൻ്റെ ഉള്ളിൽ വളരുന്ന ഒരാളാണ് ഞാനെങ്കിൽ അത്രയും ഹയർ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല, അതായത് കല്യാണമാണ് ഏറ്റവും വലിയ ഒരു കടമ്പ നീ കടക്കണ്ടേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാലാണ് നിനക്ക് അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്നുള്ള യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ
ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഭയങ്കരമായി എൻ്റെ ഫാമിലി ഞാൻ ഭയങ്കര റൂറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആം എ ബഹുജൻ. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതിലൊന്നും എൻ്റെ പ്രയോറിറ്റി കല്യാണമല്ല. എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, എഡ്യൂക്കേറ്റഡ് ആവുക എന്നുള്ളതാണ്. ഇതിലെവിടെയും കല്യാണം വന്നിട്ടില്ല. ഇതിലെവിടെയും കല്യാണമാണ് നിൻ്റെ മുന്നിലേക്ക്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലാണ് നിനക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു സാധനം ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം അത് കാരണം ഈ കല്യാണത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായ ആലോചന ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെങ്ങനെ, ഇപ്പം നമ്മൾ 21st സെഞ്ച്വറിയിലാണ് ജീവിക്കുന്നത്. അപ്പം നിങ്ങളെങ്ങനെ നിങ്ങളുടെ ലൈംഗിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, കാഷ്വൽ ഡേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പം തന്നെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ടേംസുകളൊക്കെ മാറി മാറി വരുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായ കമ്മിറ്റഡ് റിലേഷൻഷിപ്പുകളല്ലാത്ത ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിലെവിടെയും നിങ്ങൾ കല്യാണം കഴിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധിത കാര്യമായിട്ട് മാറുന്നില്ല. അപ്പോൾ അതാണ് എനിക്കിതിനെ പറ്റിയിട്ട് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ 3/4 മണിക്കൂറേ നമുക്ക് മൊത്തം പരിപാടിക്കുള്ളൂ. അല്ല, അത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളങ്ങ് നീക്കാം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ ഹരാരി പറഞ്ഞിരിക്കുന്നത്, അപ്പം ഞാനിപ്പോൾ പ്രോത്താസിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞൊരു നോവൽ എൻ്റെ ഒരു പ്രൊമോഷനും വേണമല്ലോ, അതുകൊണ്ട് പറയുന്നത് അത് പറയുന്നതാണ്. പ്രോത്താസിൻ്റെ ഇതിഹാസത്തിൽ ഞാൻ ഈ ഫാമിലി വേണോ വേണ്ടയോ, എൻ്റെ ഇപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു പോയി, എൻ്റെ നിങ്ങൾ പറയാമല്ലോ വ്യത്യാസമാണ്. പിന്നെ ആകെ എനിക്കിപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ മൈത്രേയം കാണിച്ച ഒരു വഴിയാണ്, ഈ സംഭവം പിരിച്ചു വിട്ടിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെന്ന് ആലോചിച്ചതിൽ നിന്നാണ് ഞാനൊരു പുതിയ കഥ എഴുതിയത്, പ്രോത്താസിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റ് മനുഷ്യൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ, മനുഷ്യവംശത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും നല്ല ഒരു കണ്ടുപിടുത്തമായിട്ടാണ് ഹരാരി പറയുന്നത്. അതിന് മികച്ച ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. എൻ്റെ ചോദ്യം ഇതാണ്, വളരെ പെട്ടെന്ന് ആൻസർ പറഞ്ഞ് നമുക്ക് തീർക്കാവേ, വളരെ സ്ട്രെയിറ്റ് ടു ആൻസർ. ഇതിനെന്തെങ്കിലും ബദൽ, അതായത് മനുഷ്യരാശി മുന്നോട്ട് പോകണമല്ലോ, അത് നമ്മളോട് തീർന്നാൽ പോരല്ലോ, അടുത്ത ഒരു തലമുറ ഉണ്ടാവണം, അവർക്ക് തലമുറ ഉണ്ടാവണം, ഇത് പോകണം, ചങ്ങല മുറിയരുത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ബദൽ ഓപ്ഷൻസ്, ഫാമിലി എന്ന് പറയുന്ന ആ കല്യാണത്തിലൂടെ രൂപപ്പെടുന്ന ഫാമിലി എന്ന് പറയുന്നതല്ലാത്ത ബദൽ ഓപ്ഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇതാണ് ചോദ്യം. ഫാമിലിയെ കുറിച്ച് എപ്പോൾ ചോദ്യങ്ങൾ വന്നാലും ഞാൻ തിരിച്ചു പോകുന്നത് ഏംഗൽസിൻ്റെ ദി ഒറിജിൻ ഓഫ് ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ് ഈ ബുക്കിലേക്ക് തന്നെയാണ്. ആ ബുക്ക് പറയുന്ന ബദൽ തന്നെയാണ് എൻ്റെ ബദലും. കമ്മ്യൂൺസ്, ഫോർമേഷൻ ഓഫ് കമ്മ്യൂൺസ്, അത് തന്നെയാണ് ഫാമിലീസ് എന്നുള്ളത്. അതിനോട് ചേർത്തിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് ഒരു കാലത്തും ഒരു ലോകത്തും ഒരു കൾച്ചറിലും ഒരുപോലെ ആയിരുന്നില്ല. ഞാനൊരു ചെറിയ റെഫറൻസ് തരാം. കർണാടകയിൽ ഹീരെ സിൻഡോഗി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. അവിടെ മാതികി എന്ന് പറഞ്ഞുള്ള ഒരു ഗോത്ര സമുദായമുണ്ട്. അവിടുത്തെ സ്ത്രീകൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്നും ഒരു നിയമമാണ്. അവിടുത്തെ സ്ത്രീകൾ കല്യാണം കഴിച്ചാൽ ആ ഗോത്രം നശിച്ചു പോകുന്നുള്ളതാണ് അവരുടെ വിശ്വാസം. പക്ഷേ അവർക്ക് കുട്ടികളാവാം. അവർ കമ്മ്യൂണാണ്. അതെ, ഒരു തരത്തിലുള്ള കമ്മ്യൂൺ സ്വഭാവമുള്ള ജീവിതമാണ്. കുട്ടികളെ വളർത്തുന്നത് ആ ഗോത്രമാണ്. പക്ഷേ ലോകം മുഴുവനും ഈ കമ്മ്യൂൺ സ്വഭാവത്തിനല്ല പ്രാധാന്യം കിട്ടിയിട്ടുള്ളത്. പലതരം ഫാമിലികളുണ്ട്. അപ്പൊ മാഡത്തിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂൺ എന്നുള്ളൊരു ഓപ്ഷനാണ്. അതായിരിക്കാം എന്റെ ഒരു ഓപ്ഷൻ ആയിട്ട് ഞാൻ ബദലല്ലേ ചോദിച്ചത്. ചോദിക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അതാണ്. അതുകൊണ്ട് ഫാമിലി ഒരിക്കലും ഒരു സിംഗുലർ കൺസെപ്റ്റ് ആയിട്ട് ഒരു കാലത്തും നിന്നിട്ടില്ല. ഓപ്ഷൻ അല്ല ഞാൻ പറയുന്നത്, ഈ ഫാമിലി ഉണ്ടാകാനുള്ള കാരണം വളരെ ഇത് എനിക്ക് പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. മനുഷ്യൻ ഫാമിലിയായി ജീവിക്കാൻ തുടങ്ങേണ്ട ഒറ്റ കാര്യമുള്ളൂ. മനുഷ്യൻ 2 കാലിൽ എഴുന്നേറ്റ് നിന്നോടുകൂടി ഈ സ്ത്രീയുടെ അരക്കെട്ട് ഒതുങ്ങുകയും ഇമ്മച്ചുറായിട്ടുള്ള കുട്ടികളെ പ്രസവിക്കുകയും ചെയ്യുന്നു. ബാക്കി എല്ലാ ജന്തുക്കൾക്കും, പശുവൊക്കെ പ്രസവിച്ച് 1/2 മണിക്കൂർ കൊണ്ട് ഇത് ഓടി നടക്കാൻ തുടങ്ങും. നമ്മുടെ ഒരു മനുഷ്യക്കൊച്ചുണ്ടായി അവൻ അത്യാവശ്യം തേടി തിന്നണമെങ്കിൽ ഒരു 10 വയസ്സിലും ഉണ്ടെങ്കിലേ ഇതിനൊന്ന്. അപ്പോൾ ഈ 10 വർഷം ഈ അമ്മയും അച്ഛനും ഒരുമിച്ച് താമസിക്കേണ്ടി വരുന്നു, വേറൊരു ജീവിക്കേണ്ട ആവശ്യമില്ല. ആ കൺസെപ്റ്റിൽ നിന്നാണ് അമ്മ, അച്ഛൻ, മക്കൾ എന്നുള്ള പറയുന്ന ഇതുണ്ടായി വരുന്നത്, മനുഷ്യനുണ്ടായി വന്നത്. കമ്മ്യൂണാണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാ ഈ കമ്മ്യൂണിന് കുട്ടികളെ സംരക്ഷിക്കാം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതൊരു നല്ല ബദലാണ്, ഒരു കുഴപ്പമില്ല.
പക്ഷേ അങ്ങനെയുള്ള ബദലുകൾ ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫാമിലിക്ക് ബദലുണ്ടോ എന്നുള്ളത് അത്ര എളുപ്പം പറയാൻ പറ്റുന്ന ഒരു ഉത്തരമല്ല. എന്തായാലും വിനോയ് പറഞ്ഞ മൈത്രേൻ്റെ ബദൽ ഒരു ബദലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഫാമിലി എന്ന് പറയുന്നത് പിരിച്ചുവിടുന്നതോടുകൂടി ഇല്ലാതാവുന്ന ഒരു സംവിധാനമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നമുക്ക് തോന്നിപ്പോവും. പിന്നെ ഫാമിലിക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഫാമിലി എന്ന് പറയുന്ന ആണധികാര കുടുംബം, അച്ഛൻ നാഥനായിട്ടുള്ള അച്ഛൻ, അമ്മ, മക്കൾ എന്നടങ്ങുന്ന അണുകുടുംബം എന്ന സങ്കല്പമുണ്ട്. അതിനകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ കുടുംബം എന്ന് പറയുന്നത് രൂപം കൊണ്ടിട്ട് നമ്മൾ എത്ര ആഴത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 1.5 നൂറ്റാണ്ട്, അതായത് ഒരു 100-150 വർഷത്തെ ചരിത്രമേ പരമാവധി നമുക്ക് ഏറ്റവും അങ്ങേയറ്റത്ത് പോയി പരിശോധിച്ചാൽ കാണാൻ പറ്റുള്ളൂ. അത് ഈ പറയുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് അനാദിയായ കാലം മുതൽ ഇങ്ങനെയുള്ളൊരു സംഭവമല്ല. ഓരോ സമൂഹത്തിലും ഓരോ സംസ്കാരത്തിലും അത് ഓരോ തരത്തിലാണ്. അപ്പോൾ കേരളം പോലെ ഒരു സമൂഹത്തിൽ എടുത്തു നോക്കിയാൽ പോലും ഈ 150 വർഷങ്ങൾക്ക് മുമ്പുള്ള കുടുംബം എന്ന് പറയുന്നത് അത് കൂട്ടുകുടുംബമാണ്. അതിനകത്ത് മരുമക്കത്തായും സംബന്ധം പോലെയുള്ള വൈവാഹിക വ്യവസ്ഥകൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഓരോ ജാതിക്കും ഓരോ തരത്തിലുള്ള വിവാഹബന്ധങ്ങളായിരുന്നു, കുടുംബ ബന്ധങ്ങളായിരുന്നു, ദായക്രമങ്ങളായിരുന്നു. ഈ ദായക്രമം ഒന്നായി, അതായത് പേട്രിലീനിറ്റി എന്ന് പറയുന്ന അച്ഛൻ വഴി സ്വത്ത് കൈമാറുന്ന കുടുംബ ബന്ധങ്ങൾ രൂപം കൊണ്ടിട്ട് ഞാൻ ഈ പറയുന്ന വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ പോലും നമ്മളുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭരണകൂടങ്ങൾ പോലും ഈ കുടുംബത്തിൻ്റെ ഫോർമേഷന് വേണ്ടി ഇടപെടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സമ്പൂർണ്ണമായി ഒരു ആണധികാര ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് എത്തിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കുടുംബം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, എല്ലാ തരത്തിലുള്ള ലിംഗബന്ധങ്ങളും, സ്ത്രീ പുരുഷ ബന്ധം മാത്രമല്ല എല്ലാ തരത്തിലുള്ള ലിംഗബന്ധങ്ങളും നിരന്തരമായ പരിണാമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വിവാഹം വേണ്ട എന്ന കുട്ടികളുടെ പൊസിഷൻ പോലും, ഇപ്പം നമ്മളടക്കമുള്ള ആളുകൾ എന്തിന് വിവാഹം കഴിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത് വരെ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമാണ്. കുടുംബം എന്ന് പറയുന്ന അധികാര രൂപത്തോടുള്ള വിയോജിപ്പുകൾ, വിമർശനങ്ങൾ അതിനകത്തേക്ക് കയറുമ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യം, നമ്മളുടെ ഓട്ടോണമി ഇത്തരത്തിലെല്ലാം നഷ്ടമാകുമോ, ഈ കുടുംബ ബന്ധത്തിന് സ്ത്രീയുടെ വൈകാരിക ആസ്പിറേഷൻസിന്, ആംബിഷൻസിന് ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലായ്മ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതൊരു ബദൽ എന്താണ് എന്നുള്ളത്, ഇനി എന്താണ് ഈ കുടുംബഘടന ഏത് നിലയ്ക്കാണ് മാറുക എന്നുള്ള ഒരു പൊസിഷൻ ഞാൻ എടുക്കുന്നില്ല. എന്തായാലും മാറും, അത് ഇതുപോലെ നിലനിൽക്കില്ല. പക്ഷെ എന്ത് ബദൽ എന്നുള്ളത് ഞാൻ ഈ പറയാൻ ആളല്ല എന്ന്. എൻ്റെ ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കുടുംബത്തിൻ്റെ ബദലല്ല ഞാൻ ചോദിച്ചത്. മനുഷ്യരാശി നിലനിൽക്കാനുള്ള അതിനെന്തെങ്കിലും പദ്ധതിയും പ്ലാനും ഉണ്ടോ? അതിന് നമ്മളങ്ങനെ ഭയങ്കരമായി പദ്ധതിയൊന്നും പ്ലാനുകളൊന്നും ചെയ്യേണ്ട. മനുഷ്യൻ ഈ പറയുന്ന സമൂഹം അത് സ്വാഭാവികമായി അത്തരത്തിലുള്ള ബദലുകൾ, ഇപ്പം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കൂട്ടുകുടുംബത്തിൽ നിന്ന് നമ്മൾ അണുകുടുംബത്തിലേക്ക് മാറുമെന്നും മരുമക്കത്തായി ഇത്തരം ദായകക്രമം സമ്പൂർണ്ണമായി ജാതി മത വ്യത്യാസമില്ലാതെ പേട്രിയാർക്കിയിലേക്ക് മാറുമെന്നും നമ്മളാരും വിചാരിച്ചില്ല. അത് മുതലാളിത്തത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാനതിനെ നോക്കി കാണുന്നത്. അത് അണുകുടുംബത്തിൻ്റെ വളർച്ചയാണെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ചോയ്സസ് ഉണ്ടല്ലോ, അത് ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ അതുണ്ടാക്കിയിട്ടുള്ള സാധ്യതകളുടെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടാവുന്നതെന്നാണ് ഞാൻ. നമ്മൾ കുടുംബം എന്നുള്ളത് നമ്മൾ എങ്ങനെയാ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, കുട്ടി, ഇതായിരിക്കും നമ്മുടെ ഒരു 1-2 കുട്ടികൾ, ഇതായിരിക്കും നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഫാമിലി എന്നുള്ളത്. അതല്ലാതെ അമ്മ ഒരു കുട്ടി അല്ലെങ്കിൽ അച്ഛൻ ഒരു കുട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഫാമിലി വളർന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ നമ്മുടെ സ്കീമാസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. അപ്പം അത് പറയുകയാണെങ്കിൽ തന്നെ ഫാമിലി എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇനി പുതിയ ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കല്യാണം ഇമ്പോർട്ടൻ്റ് അല്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് അഡോപ്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അതെ അത് ശരിയാണ്. നമുക്ക് നമ്മുടെ പോപ്പുലേഷനെ പറ്റി ധാരണയുണ്ടല്ലോ. ഇന്ത്യൻ പോപ്പുലേഷൻ എത്രത്തോളം ഹൈലി പോപ്പുലേറ്റഡ് ആണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട്. അതെ. അപ്പൊ ഇത്രയും മറ്റുള്ളവർ അധ്വാനിക്കണം അല്ല, ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇനിയും കുട്ടികളെ ഉണ്ടാക്കണം, എത്രയും റിസോഴ്സസ് ഇനിയും നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പ്രോബ്ലം ആയിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടെയാ ജീവിക്കാൻ വേണ്ടി പോകുന്നത്? അത്രയും പോപ്പുലേറ്റഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം. ഇന്ത്യ മാത്രമല്ല
അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കല്യാണം വേണ്ട നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും. നമുക്കിപ്പം ഒരുപാട് ആർട്ടിഫിഷ്യൽ ടെക്നോളജീസ് വരുന്നുണ്ട്. നമുക്ക് എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ കുട്ടികളെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു അമ്മ അച്ഛൻ കുട്ടി എന്നുള്ള നിലയിൽ മാത്രം കുടുംബത്തിനെ നമ്മൾ കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണത്. അതല്ലാതെയും ജനറേഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇപ്പം വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്കിതിനെ ആലോചിക്കാം. ഓക്കെ, നമുക്ക് സമയമില്ല, ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് പോകുന്നു, പെട്ടെന്ന് ആൻസർ ഓട്ടെ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇച്ചിരി പുരുഷപക്ഷത്ത് നിന്ന് ഞാൻ പറയാണ്, അതുകൊണ്ടായിരിക്കും ഇവരെന്നോട് പറഞ്ഞത് ഒരു പുരുഷൻ ഇത് ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആണുപിള്ളേർ പെണ്ണ് കിട്ടാതെ, അത് കെട്ടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ആണുങ്ങളുടെ ഒരവസ്ഥ, നിങ്ങളുടെ ഒരവസ്ഥയല്ല ആണുങ്ങളുടെ അവസ്ഥ. കെട്ടാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. അത് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആണുങ്ങൾക്കും അറിയാം. ഞങ്ങൾക്ക് നല്ല കെട്ടാൻ ആഗ്രഹമുണ്ട്, കുടുംബം ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അത് ഞങ്ങളുടെ ഇത് കുടുംബം ഉണ്ടാക്കി കുറച്ച് പേരെ ഭരിച്ചു കളയാന്നുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കും, എന്നൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാണേലും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കെട്ടാനില്ല. എൻ്റെ ഒരു ചോദ്യം 3 പേരോടും സ്ട്രെയിറ്റ് ചോദിക്കുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുന്ന നിങ്ങളുടെ ഞാനിപ്പം അവിടെ ഇരുന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുന്ന, നിങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതലോടെ സംരക്ഷിക്കുകയല്ല, നിങ്ങൾ തുല്യ നിലയിൽ, സംരക്ഷണമൊന്നും ഇല്ല കേട്ടോ, അത് പുറത്ത് വന്ന് കഴിഞ്ഞു വിനോദ്. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചോദിക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരാണ് വരികയാണെങ്കിൽ നിങ്ങൾ കെട്ടുമോ ഇല്ലയോ? ഇതാ ചോദ്യം. ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു LGBTQ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണെന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെയുള്ള ഇമാജിൻ ഇല്ല. ഞാൻ ഈ നിൽക്കുന്ന യാഥാർത്ഥ്യം, ഇമാജിനേഷൻ അല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു പുരുഷന്മാർ ഒത്തിരി പേര് കല്യാണം കഴിക്കാതെ ഉണ്ട്. അതിൽ നല്ല നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കുന്ന ഒരാൾ വന്നാൽ കെട്ടാൻ തയ്യാറാണോ? അല്ല, ഞാൻ കെട്ടാന്നുള്ളത് മതപരമായ ഒരു കല്യാണത്തിന്റെ ചടങ്ങല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പാർട്ട്ണറാകാൻ റെഡിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതാണ് ഞാൻ പറയുന്നത്. ഒരാൺ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഐ വോണ്ട് ടു മാരി യു. വാട്ട് ഇഫ് ഐ എം എ ലെസ്ബിയൻ? ഐ ഡോണ്ട് വോണ്ട് ടു മാരി യു. ലെസ്ബിയൻസ് കല്യാണം കഴിച്ച് ജീവിക്കുന്നില്ലേ? ലെസ്ബിയൻസ് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നില്ല, ഇഷ്ടം പോലെ. മെയിൽസിനെ അല്ലല്ലോ കല്യാണം. ആരെയായാലും ഞാനത് പറഞ്ഞില്ലല്ലോ, സ്നേഹിക്കുന്ന ഒരാൾ. മാരേജസ് ഇന്ത്യയിൽ ഇപ്പോഴും ലീഗൽ അല്ല വിനോയ്. അതെനിക്ക് അല്ല, ഞാൻ ഇന്ത്യയിലെയോ ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ചുരുക്കല്ലേ, ഇന്ത്യ എന്ന് പറഞ്ഞ് ചുരുക്കല്ലേ. നമ്മൾ മനുഷ്യവംശത്തിന്റെ കഥയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ് ചുരുക്കല്ലേ. അപ്പം ഞാൻ പറയുന്നത് ഇതാണ്. എൻ്റെ ഒരു ചോദ്യം, ഒരു പാർട്ട്ണർ ഉണ്ടാകാൻ തയ്യാറുണ്ടോ? ഇല്ല, സ്ട്രെയിറ്റ് ആണത്, വേറെ ഒന്നും ഞാൻ അതിനകത്ത് വളച്ചു കെട്ടുന്നില്ല. ഓക്കെ, എന്നോടാണ് ഈ ചോദ്യമെങ്കിൽ, ആലപ്പുഴയിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അടുത്ത് ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി. എൻ്റെ പഞ്ചായത്തിൽ ആണുങ്ങൾക്ക് കെട്ടാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല, ഇതൊരു വലിയ പ്രശ്നമായിട്ട് പരിഗണിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന്. അതിനുള്ള ട്രോളായിട്ട് അവിടുത്തെ ആണുങ്ങൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ആരും ഇവിടെ കെട്ടാൻ അങ്ങനെ മുട്ടി നിൽക്കുമെന്നല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളത്. പഞ്ചായത്ത് ആവശ്യം വോട്ടായിരുന്നോ വേറെ എന്തായിരുന്നോ നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. വിനോയ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എന്നോട് ഒരാൾ ഇങ്ങനെ വന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ കൈവിട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് എന്റെ ഒരു ആശങ്ക ചോദിച്ചതേ ഉള്ളൂ. വിനോയ് മാത്രമല്ല, ഭൂരിപക്ഷം ആണുങ്ങളും അങ്ങനെയാണെന്നും നമ്മൾക്കറിയാം. പക്ഷേ അതിൽ നിന്ന് മാറി വരുന്ന ഒരു കിനാശേരി തന്നെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ശരി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേദി മനോരമ ഉണ്ടാക്കി തന്നിരിക്കുന്നതും. അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടതെന്നാണ് ആവശ്യം. അതുപോലത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടല്ല നമ്മളും പ്രതീക്ഷിക്കുന്നത്. അതിലേക്കുള്ള ഒരു വഴിവെട്ടലാണല്ലോ ഇത്തരം വേദികളും സംസാരങ്ങളും ചർച്ചകളും ഒക്കെ, അല്ലാതെ അവിടെ തന്നെ നമ്മൾ നിൽക്കേണ്ടവരല്ലല്ലോ. ഓക്കെ, ഇനി ഈ ചോദ്യത്തിനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മറുപടി, വിനോയ് എന്ന് കൈവിട്ട് പോയ വാക്കുണ്ടല്ലോ, സംരക്ഷിക്കാനും സ്നേഹിക്കാനും പിന്നെ എന്തൊക്കെയായിരുന്നു? ഞാനത് എൻ്റെ കൈവിട്ട് പോയതല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ്. ഞാനറിയോ, എന്നെ നോക്കണം എന്ന് എല്ലാവരും നിങ്ങളെ പോലുള്ളവരല്ലല്ലോ, അങ്ങനെയല്ല. കുറച്ച് ഇല്ലാത്ത കരുതൽ എന്ന് പറയുന്ന ഒരു ഐറ്റം, എന്നെ നോക്കണം എന്ന് ഞാൻ പ്രേമിക്കാൻ നടന്ന പെണ്ണുങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് പ്രേമിക്കാൻ പറ്റാതെ പോയത്. ആ ഒരു പരിപാടി ഞാൻ അതുകൊണ്ട് മാത്രം വന്നു പോയതാണ്. ഓക്കെ,
സോറി. ഓക്കെ, സെൻസസ് ഡേറ്റ 2011 നിന്നും 2019 എത്തിയപ്പോൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകളുടെ ശതമാനം 13.5 കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അതുപോലെ പുരുഷന്മാരുടെ നിന്നും കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഒരു അധ്യാപികയാണ്. ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ്റെ ഏജ് 20 to 25 ആണ് മെജോറിറ്റി. ഇവരിലെല്ലാവരും ഈ ചിന്താഗതി വളരുന്നുണ്ട്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികൾ ഏത് ജെൻഡറിൽ പെട്ടവരായാലും ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതിലേക്ക് വരുന്നത് അതാണ് പറഞ്ഞു വരുന്നത്. അതിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കല്യാണം കൊടുക്കുന്ന ഈ കെട്ട് എന്ന് നമ്മൾ പറയുന്നില്ലേ, അത് കുറെ കെട്ടുപാടുകൾ കൂടിയാണ് അവർക്ക് കൊടുക്കുന്നത്. ആ കെട്ടുപാടുകളിൽ നിന്ന് കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സാമ്പ്രദായിക രീതിയിലുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നത്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ. അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മുടെ പല കുട്ടികളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് 20 ലക്ഷവും 25 ലക്ഷവും ലോൺ കൊടുത്തു പോകുന്നത്. അവിടെ PR എടുത്ത് ഏത് ചെറിയ കോഴ്സിനും ഏത് ലോക്കൽ യൂണിവേഴ്സിറ്റിയും ജോയിൻ ചെയ്ത് PR എടുത്ത് അവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഒരു കാരണം അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമുക്കിവിടെ ഇല്ലാതെ കല്യാണത്തോടു കൂടി ആളുകളുടെ സ്വാതന്ത്ര്യമാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ കെട്ടുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതും, അല്ലേ? സോഷ്യലി ഒറിജിനേറ്റ് ചെയ്ത് വന്നൊരു വാക്കാണ് കെട്ടപ്പെടുക എന്നുള്ളത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഇപ്പോൾ വിനോയ് ആൺപക്ഷത്ത് നിന്നുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. കുറേ ആണുങ്ങൾക്ക് പെണ്ണ് കെട്ടുന്നില്ല, അവർ വളരെ നമ്മൾ പറയുന്ന സോക്കോൾഡ് സ്നേഹ സമ്പന്നനായ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾ കെട്ടാൻ തയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതിൽ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ്, അതിൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഏത് കാറ്റഗറിയിൽപ്പെട്ട പുരുഷനാണ് വിവാഹം കഴിക്കാൻ പറ്റാതെ വരുന്നത് എന്നുള്ള ചോദ്യത്തെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വിവാഹം വേണ്ട എന്നുള്ള ചോയ്സ് പുരുഷനും എടുക്കുന്നുണ്ട്, വിവാഹം വേണ്ട എന്നുള്ള ചോയ്സ് എടുക്കുന്ന പുരുഷനുമുണ്ട്, വിവാഹം സാധ്യമാകാത്ത പുരുഷനുമുണ്ട്. അപ്പോൾ അതിന് സാമൂഹ്യവും സാമ്പത്തികവും ജാതീയവും പരവുമായിട്ടുള്ള കാരണങ്ങളുണ്ട്, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പെൺകുട്ടികൾ വലിയ തോതിൽ വിദ്യാഭ്യാസം നേടുകയും ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ നേടുന്നത് അതിൻ്റെ ഇപ്പോൾ +2 ആവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ കുറവ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലേതാണ് കാരണമെന്ന് നമുക്കറിയില്ല. ആ കാരണങ്ങൾ അറിയാണ്ട് നമുക്കതിന് ഒറ്റയടിക്കുള്ള ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പുരുഷനും ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീയും അതല്ലാത്ത പുരുഷനും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ വിനോയ് പറഞ്ഞതുപോലത്തെ ഒരു പുരുഷനെ കാണാൻ എത്രയോ കാലം ആഗ്രഹിക്കുന്ന മനുഷ്യർ തന്നെയാണ് നമ്മൾ. വിനോയ് പറയുന്നത് പോലെ നിങ്ങൾക്ക് ആണുങ്ങളെ വിവാഹം കഴിക്കാൻ ആളെ കിട്ടും, ഒട്ടും എളുപ്പമല്ല വിനോയ്, ഒട്ടും എളുപ്പമല്ല. നമ്മൾ ആളുകളോട് ഇടപെടുമ്പോൾ ഞാനുണ്ടായിരുന്നു, പക്ഷെ പോയി. പക്ഷേ വിനോയോട് അടുത്ത് ഇടപഴകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ ഇരിക്കുന്ന പുരുഷനും സ്ത്രീയും അല്ല നമ്മളൊരു പേഴ്സണൽ സ്പേസിൽ എന്ന് പറയുന്നത്. അത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് പൊതുവേ ഞാൻ പറയട്ടെ, ഞാൻ പ്രണയിക്കാത്ത ഒരാളൊന്നുമല്ല, ഞാൻ പ്രണയിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്ന് അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ കടന്നുപോയത് എന്ത് ജീവിതമായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ പറയില്ലേ, അങ്ങനെ മുജ്ജന്മ സുഹൃതം എന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ചോയ്സ് അല്ല അയാളെ വിടുക എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. അതെൻ്റെ ചോയ്സ് ആയിരുന്നില്ല, അയാളാണ് പറയുന്നത് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. അന്ന് കരഞ്ഞു കൂവി നിലവിളിച്ചിരുന്നൊരു ഞാനുണ്ട്. നിങ്ങൾ ആലോചിക്കുക അതിൽ നിന്ന്. പക്ഷെ ഇന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നതെന്നും അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് മറികടന്നതെന്നൊക്കെ നമുക്കറിയാം. ഞാൻ പറയുന്നത്, അദ്ദേഹം ഇതേമാതിരി ഭയങ്കര പുരോഗമനവാദിയായിരുന്നു, ഭയങ്കര ജനാധിപത്യത്തെക്കുറിച്ചും അതേതരത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷേ നമ്മളുടെ ഏറ്റവും പ്രൈവറ്റായിട്ടുള്ള സ്വകാര്യമായ ഒരു ഇടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പുരുഷൻ്റെ ബൗദ്ധിക വളർച്ച എന്ന് പറയുന്നത്, ഞങ്ങൾ തമാശയ്ക്ക് കൂട്ടുകാരികൾ പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ പടവലങ്ങ പോലെ താഴോട്ടാണ് എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾ കടന്നു പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്.
ഇപ്പോൾ ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുക എന്ന് പറയുന്നത് എളുപ്പപ്പണിയല്ല. അതിന് സമൂഹം നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കൺട്രോളിനെയും സൊസൈറ്റൽ നോംസിനെയും നമ്മൾ അട്ടിമറിച്ചേ പറ്റുള്ളൂ, അതിനെ അവഗണിച്ചേ പറ്റുള്ളൂ, ഇല്ലാതാക്കിയേ പറ്റുള്ളൂ. പക്ഷേ പുരുഷന് പുരോഗമനവാദിയാകാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയാൾക്ക് ഇന്ന് ഏറ്റവും പിന്തിരിപ്പനായി കുടുംബ സ്പേസിൽ നിന്നുകൊണ്ട് ഏറ്റവും പബ്ലിക് സ്പേസിൽ അദ്ദേഹത്തിന് ഏറ്റവും പുരോഗമനവാദിയായിട്ട് നിൽക്കാൻ പറ്റും. അതിൽ യാതൊരു ഈ ഒരു ഡ്യുവാലിറ്റി ഉണ്ടല്ലോ, ഈ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന അതൊരു പ്രിവിലേജാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ആയിത്തീരാൻ ഈ പറയുന്ന സൊസൈറ്റിയെ നിങ്ങൾക്ക് വെല്ലുവിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഓരോ സ്റ്റെപ്പും നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഓരോ വ്യവസ്ഥതയും അതുണ്ടാക്കിയിട്ടുള്ള നോംസിനെയും വെല്ലുവിളിച്ചിട്ടാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം അങ്ങനെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനിതുവരെ അങ്ങനെ വിവാഹം കഴിക്കേണ്ടെന്ന് തീരുമാനം എടുത്തൊരു സ്ത്രീയല്ല. വിവാഹം കഴിക്കാത്തതിനുള്ള ഒരു പ്രധാന കാരണം അതുപോലെ ഒരു പുരുഷനെ ഇതുവരെ കണ്ടില്ല എന്ന് തന്നെയാണ് വിനോയ്. അതും ഒരു പ്രശ്നമാണ്. ആ പോയിന്റ് നമ്മളൊന്ന് ആണുങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു ചെറിയൊരു പോയിന്റാണ്. അതിനകത്ത് ഒറ്റ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ ജനറേഷനിലുള്ള ആണുങ്ങളെ കുറിച്ചാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ കുറേ കൂടി ജെൻഡർ സെൻസിറ്റീവ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ മാറുന്നുണ്ട്. ഒറ്റ ചോദ്യം കൂടെ പോവാം. അങ്ങനെ ചോദ്യമൊന്നും പ്രത്യേകിച്ചില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്, നമ്മളിപ്പോൾ നേരത്തെ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. ഒന്ന്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, പിന്നെ ടീച്ചർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ അധ്യാപകരായതുകൊണ്ട് നമുക്കറിയാം, ഈ ആൺപിള്ളേർ പൊതുവെ കോമ്പറ്റബിൾ അല്ല പെൺപിള്ളേരുമായിട്ട്. പെൺപിള്ളേർ കുറച്ചുകൂടെ നല്ല ലെവലിൽ ചിന്തിക്കുന്നു. എനിക്ക് ഒരാണും ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും ഉണ്ട്. എനിക്ക് ഇവരെ 2 പേരുടെയും, ആൺകുട്ടികൾ കുറച്ചുകൂടെ സുരക്ഷിതമായി എന്ന ഒതുങ്ങാം. പക്ഷേ ഒരു ഹയർ ലെവൽ അവരെ ലക്ഷ്യം വെക്കുന്നില്ല, ഒരു ഹയർ ലെവൽ പരിപാടികളിലേക്ക് ലക്ഷ്യം വെക്കുന്നില്ല. അംബീഷൻസ്, പെൺകുട്ടികൾക്ക് കൂടുതൽ അംബീഷൻസ് ഉണ്ട്. ഈ ഒരു റിയാലിറ്റിയിൽ നിന്നാണ് പുതിയ കുട്ടികൾ എന്ത് വേണ്ടാന്ന് വെക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ റിയാലിറ്റി ആണോ തത്വമാണോ? നേരത്തെ 2 പുസ്തകങ്ങളെ പറ്റി പറഞ്ഞു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഇതിനെ പറ്റി പറഞ്ഞു, ടീച്ചറും ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അപ്പം ഇത് ഈ സോഷ്യൽ റിയാലിറ്റി ആണോ, ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു പോകുന്ന തത്വങ്ങളുണ്ട് അങ്ങനെ ചില കുട്ടികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. എന്നാന്നറിയോ, ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ചെറുപ്പത്തിലേ വേദപാഠം പഠിച്ച് അങ്ങ് പോകുന്നു. അപ്പം അതുപോലെ ഒരു സിദ്ധാന്തം പഠിച്ച് അങ്ങ് പോയാൽ പിന്നെ ഇതിൻ്റെ റിയാലിറ്റിയുമായി ഇടപെടാതെ ഒരു തീരുമാനം അങ്ങ് എടുക്കും. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? വ്യക്തമാണല്ലോ. നമ്മൾ റിയാലിറ്റിയുമായി ബന്ധപ്പെടാതെ ഒരു തീരുമാനം എടുക്കും. പിന്നീടാണ് കുറേ കാലം ജീവിച്ചു കഴിയുമ്പോഴാണ് എന്നെ തത്വങ്ങളാണ് വഴിതെറ്റിച്ചത് എന്നുള്ള ഒരു സംഭവം വരുന്നത്. നിങ്ങളെ ആരെയെങ്കിലും തത്വങ്ങൾ അത്ര ഭയങ്കരമായി സ്വാധീനിച്ച് നാളെ അങ്ങനെ ഒരു കുമ്പസാരം നടത്തേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. റിയാലിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് റിയാലിറ്റി ആണോ എന്നുള്ള. ഒരു ഡിന ഹെന്നാഫോർട്ട്, ആള് ഒരു ഹൗസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രപ്പോളജി അസോസിയേറ്റ് പ്രൊഫസറാണ്. അവർ വർഷങ്ങളോളം നടത്തിയ ഒരു ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിയിൽ സോഷ്യൽ റിയാലിറ്റി തെളിഞ്ഞിട്ടുള്ളത്, ഈ സ്ത്രീകൾ, ഷീ റോട്ട് എ ബുക്ക്, ഓപ്റ്റിംഗ് ഔട്ട് വൈ വിമൻ ആർ മെസ്സിങ് വിത്ത് ദ വേൾഡ് ബൈ നോട്ട് മാരിയിങ് എന്നുള്ളത്, വിത്ത് മാരേജ്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് അതാണ്. അപ്പോൾ പറയുന്നത് ഇൻ്റലക്ച്വൽ മാച്ചസിനെ കിട്ടുന്നില്ല പലർക്കും. അതൊരു ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിയാണ്, വെരി റിയാലിറ്റി ബേസ്ഡ്. അതെ. അപ്പോൾ ഇന്റലക്ച്വൽ മാച്ചസിനെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവർ കൂടുതൽ മെന്റലി വെൽബീങ് അനുഭവിക്കുന്നത്, മെന്റലി ഹെൽത്തി ആയിട്ട് അനുഭവപ്പെടുന്നത് മാട്രി ഫോക്കൽ ഫാമിലീസ് ആണ്. ഇറ്റ്സ് നോട്ട് മാട്രി ലീനിയൽ ഓർ മാട്രി ആർക്കൽ, ഇറ്റ്സ് മാട്രി ഫോക്കൽ. അതായത് വിവാഹം കഴിച്ചവരോ കഴിക്കാത്തവരോ ആയ അമ്മമാർ ഫാമിലി ഹെഡ്സ് ആയിട്ടുള്ള ഫാമിലികളാണ് മാട്രി ഫോക്കൽ ഫാമിലികൾ. ഞാൻ രാമച്ചി എന്ന കഥയിൽ എൻ്റെ ഒരു പ്രമോഷൻ കൂടെ എന്ന് പറയുന്നത് ആനകളെ പറ്റി പറയുന്നതാണ്. ആനകളിൽ കൊമ്പന്മാർക്കൊന്നും വലിയ റോളൊന്നും ഇല്ല, ചുമ്മാ സൈഡിൽ കൂടെ നടക്കാം, കൊമ്പൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും തലമുതിർന്ന ആനയാണ് ഈ ഫാമിലി കൊണ്ടുപോകുന്നതും. എൻ്റെ ഫാമിലി, ഞാനിപ്പോൾ ഇവിടെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, എൻ്റെ ഫാമിലിക്ക് കുഴപ്പമുണ്ടാവും. എൻ്റെ ചാച്ചനല്ല, എൻ്റെ അമ്മയാണ് എൻ്റെ ഫാമിലിയെ കൊണ്ടു നടന്നതും കെട്ടിപ്പടുത്തതും എല്ലാം അവരുടെ അധ്വാനമാണ്. പക്ഷേ അമ്മ പോലും പറയും ചാച്ചൻ്റെ കുടുംബം എന്നേ പറയും,
മനസ്സിലായി? ഈ റിയാലിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ ഇപ്പം പറഞ്ഞ പോയിന്റ്. റിയാലിറ്റിയാണ് ഇവിടെ നമ്മൾ നയിക്കുന്ന തത്വങ്ങൾ മാത്രമല്ല, പിന്നെ ഈ പറയുന്ന തത്വങ്ങളും റിയാലിറ്റി ഇൻഫോംഡ് ആയിട്ടാണ് പ്രത്യയശാസ്ത്രങ്ങളെല്ലാം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ പ്രാക്സിസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The practical application and the reality, objective reality out there, empirical reality and the theoretical aspects, the combination of both അല്ലേ? അപ്പോൾ ഇത് റിയാലിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ വിനോയ് പറഞ്ഞ പോലെ ഒട്ടുമിക്ക നമ്മുടെ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും മാട്രി ഫോക്കൽ ആയിട്ടുള്ള കുടുംബങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ സൊസൈറ്റി ലാർജ്ലി പാട്രിയാർക്കൽ ആയതുകൊണ്ട് ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അവിടുത്തെ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും പലപ്പോഴും അത് അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് തന്നെ അറിയാം, എൻ്റെ കുടുംബം, എൻ്റെ ചുറ്റുമുള്ള കുടുംബങ്ങൾ, ഞാൻ നിരന്തരം ഇടപെടുന്ന മറ്റു കുടുംബങ്ങളെല്ലാം മാട്രി ഫോക്കലായിട്ടുള്ള ഒരുപാട് ഫാമിലികളുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളുകൊണ്ട് നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ള പാട്രിയാർക്കി നമ്മളെ അത് സമ്മതിച്ചു കൊടുക്കുന്നതിൽ നിന്ന് പിൻവലിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളതും തത്വം എന്ന് പറയുമ്പോൾ വിനോയ് ചോദിച്ചു തത്വവും റിയാലിറ്റിയും തമ്മിലുള്ളൊരു ഒരു ഡൈക്കോട്ടമി. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. തത്വവും റിയാലിറ്റിയും അല്ല, റിയാലിറ്റി നിന്ന് തന്നെയാണ് എല്ലാ തരത്തിലുള്ള തത്വങ്ങളും സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ രൂപം കൊള്ളുന്നത്. ഞാൻ വിനോയ് ചോദിച്ച നേരത്തെ പറഞ്ഞതിൽ വ്യക്തമാണത്. റിയാലിറ്റിയിൽ നിന്നാണ്, അതായത് ഒരു നല്ലൊരു സെലക്ഷൻ, അങ്ങനത്തെ ഒരു പുരുഷനെ കിട്ടുന്നില്ല എന്ന റിയാലിറ്റിയിൽ നിന്നാണ് ടീച്ചർ ഇതിലേക്ക് എത്തുന്നത്. അതെ. അപ്പോൾ വിനോയ് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ സിദ്ധാന്തങ്ങൾ ഏതെങ്കിലും നമ്മൾ ഇതാണ് ഈ സിദ്ധാന്തത്തിന്റെ പേരിൽ ഞാനൊരു തീരുമാനമെടുത്ത് എൻ്റെ ജീവിതത്തെ കുറെ നാളങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് ഒരിക്കൽ കുമ്പസാരിക്കേണ്ടി വരും. അങ്ങനെ ഒരു കുമ്പസാരത്തിന്റെ ആവശ്യം സിദ്ധാന്തത്തെ ബേസ് ചെയ്തിട്ടല്ല. പക്ഷേ നമ്മളുടെ വായനയും നമ്മൾ വായിച്ച സിദ്ധാന്തങ്ങളും ഒക്കെ നമ്മളുടെ രാഷ്ട്രീയപരമായ ഇടപെടലുകളൊക്കെ നമ്മളുടെ ജീവിതത്തെ നിർണ്ണയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു സെൽഫ് ക്രിട്ടിക്കലായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇത്തരം വായനകളിലൂടെ ഞാൻ സ്വയം കരുതിയിരുന്നത് നമ്മൾ വളരെ പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പേട്രിയാർക്കലായിട്ടുള്ള ഇത്തരം കൺട്രോളിൽ നിന്ന് മുക്തയായിട്ടുള്ള കുറേ കൂടി വ്യക്തിബന്ധങ്ങളെ വിശാലമായി കാണാൻ ശേഷിയുള്ള ഒരാളാണ് എന്നുള്ള തോന്നൽ എന്നിലുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ വായിച്ചതും നമ്മൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ വായന അത്രയേറെയൊന്നും നമ്മളെ ആക്കി തീർത്തിട്ടില്ല, മാറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലൂടെ ഞാൻ കടന്നുപോയിട്ട് അത് എന്നിലുണ്ടാക്കിയിട്ടുള്ള തിരിച്ചറിവ് ഭീകരമാണ്. കാരണം നമ്മൾ എന്താണ് ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ അത് വളരെ നന്നായി എന്നാണ് ഞാൻ ജീവിതത്തിൽ എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നീട് അതിന് ശേഷം ഒരിക്കലും എനിക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് സ്ത്രീകൾ ഇത്ര ബുദ്ധിമുട്ട് ഈ കുടുംബത്തിനകത്ത് നിൽക്കുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരിക്കലും എനിക്ക് ആ കുടുംബത്തോടുള്ള എല്ലാ വിമർശനങ്ങളും നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീ പുരുഷനുമൊക്കെ ഈ ഒരു സംവിധാനത്തിനകത്ത് നിൽക്കുന്നത് എന്ന് കാണാനുള്ള കുറേ കൂടിയുള്ള ഒരു ശേഷിയാണ് യഥാർത്ഥത്തിൽ ആ ഒരു അനുഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ പറയുന്ന അത് സിദ്ധാന്തത്തിന് പുറകെ പോയി ജീവിച്ചതല്ല, മറിച്ച് നമ്മൾ ധാരാളം വായിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ടും നമ്മൾ അത്ര കണ്ടത് രൂപപ്പെടുത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു ബലം നൽകാൻ ചിലപ്പം സിദ്ധാന്തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ അവിടുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്, ഇപ്പം എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാനത് എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ എല്ലാ ആസ്പെക്റ്റും ഇൻവോൾവ് ആണ്. ഞാൻ എവിടുന്ന് വരുന്നു, ഞാൻ എന്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു, ഞാൻ എന്തൊക്കെ വായിക്കുന്നു, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഞാനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പം അത് ഭയങ്കര എൻ്റെ കാഴ്ചപ്പാട് അതിനെ പറ്റിയിട്ടുള്ള, ഇപ്പോൾ വിവാഹത്തിനെ പറ്റിയിട്ടായാലും കുടുംബത്തിനെ പറ്റിയിട്ടായാലും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടായാലും അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിനെ പറ്റിയിട്ടായാലും എന്തിനെ പറ്റിയിട്ടായാലും ഞാൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് അതിനെ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ നമ്മൾ വായിച്ചു വരുന്ന പുസ്തകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന തിയറിയിൽ നിന്നും നമ്മൾ കണ്ടു വളർന്ന പെർസ്പെക്റ്റീവ്സിൽ നിന്നും എല്ലാമാണ് നമ്മൾ അതിലേക്ക് രൂപപ്പെട്ട് വരുന്നതെന്നാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഞാൻ കൂടി അവസാനം അത് കൺക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് പ്രേക്ഷകരിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കാണ് ഇതുള്ളത്. കുറച്ച് നേരത്തേക്ക് എൻ്റെ ആ ചോദ്യങ്ങൾ വളരെ സ്പെസിഫിക്കായി ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് ചോദിക്കാൻ അവസരം കിട്ടും. ഉത്തരങ്ങളും അതുപോലെ സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പരിപാടി നമുക്ക് നടത്താം. അപ്പോൾ അതിനാണ് അടുത്ത അവസരം. അപ്പം ഇനി മൈക്ക് കൈമാറുകയാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അവിടെ കേട്ടു. ഈ ഇൻ്റലക്ച്വൽ മാച്ച് ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ. ബേസിക്കലി കല്യാണം കഴിക്കുന്നത് മാത്രമല്ല, ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ എല്ലാ തരത്തിലുള്ള സമൂഹത്തിലെ പ്രശ്നങ്ങളും ഈ ബാക്കി എല്ലാ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാച്ചിങ് M4 പോലുള്ള സംവിധാനങ്ങളുണ്ടല്ലോ.
പക്ഷേ ഈ ഇന്റലക്ച്വൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിൽ ഒരു സംവിധാനവും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളോട് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ ഇന്റലക്ച്വൽ മാച്ചിനും എല്ലാത്തരം മാച്ചിനും വേണ്ടിയിട്ട് ഒരാളെ തന്നെ ആശ്രയിക്കുമ്പോൾ ഒരിക്കലും അത് കിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ മനുഷ്യൻ മോണോഗാമസ് ആണോ എന്ന് ചോദിച്ചാൽ അത് വളരെ ഡിബേറ്റബിൾ ആണ്. പലപ്പോഴും പല തിയറിയും പറഞ്ഞാൽ മനുഷ്യൻ മോണോഗാമസ് അല്ല, പോളിഗാമസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ഒരു ഇണയിൽ ഒരു കെട്ടിലൂടെ ഒരു ഇണയിൽ എല്ലാ മാച്ചുകളും കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അത് നമ്മൾ ഒരു യൂട്ടോപ്യൻ ആശയമല്ലേ. അപ്പോൾ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോഴാണ് ഈ പറയുന്നത് നമ്മൾ ദി ഐഡിയ ഓഫ് വെരി നെഗറ്റീവ് ഐഡിയ, സോക്കോൾ നെഗറ്റീവ് ഐഡിയ ഓഫ് എക്സ്ട്രാ മെറിറ്റൽ അഫെയർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇറ്റ്സ് എ റിയാലിറ്റി അല്ലേ. മനുഷ്യൻ തേടി പോവും. കാരണം അതൊരു നീഡാണ്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഏർജ് ആണ്, ഒരു നീഡാണ്. ഇപ്പം സൈക്കോളജിയിൽ, ഞാൻ സൈക്കോളജി ഏരിയയിൽ നിന്ന് വരുന്നതുകൊണ്ട് പറയാം, ഗ്യാമോഫോബിയ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ്സ് ഫിയർ ഓഫ് ഗെറ്റിംഗ് ഇൻ ടു സീരിയസ് ലോങ് ടേം റിലേഷൻഷിപ്സ് ഓർ മാരേജ് എന്നുള്ളതാണ്, ഫിയർ ഓഫ് മാരിയിങ് എന്നുള്ളത്. അപ്പോൾ ഈ ഗ്യാമോഫോബിയനെ, സൈക്കോളജിയെ ഞാൻ വളരെ ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്. ഈ ട്രഡീഷണൽ സൈക്കോളജി ഒരു മെയിൻ സ്ട്രീം സൈക്കോളജി ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നമായിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഇൻഡിവിജ്വലിന് തെറാപ്പികൾ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ മാരേജിനോടുള്ള പേടി മാറിക്കിട്ടാൻ. അത് ഈ തെറാപ്പിസ്റ്റുകളോ കൗൺസിലേഴ്സോ മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ പല പള്ളിയിലച്ചന്മാരും പലതരത്തിലുള്ള ഈ കൗൺസിലിംഗ് സർവീസ് കൊടുക്കുന്നവരും മോട്ടിവേഷണൽ ക്ലാസ്സുകൾ കൊടുക്കുന്നവരും എല്ലാവരും ചെയ്യുന്നത് നിങ്ങളുടെ പേടി മാറ്റുക. നിങ്ങളുടെ പേടി വരുന്നത് നിങ്ങളുടെ ഒരു ട്രോമയിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ പേരൻസിൻ്റെ നോൺ സക്സസ്ഫുൾ മാരേജ് ലൈഫ് കണ്ടിട്ടായിരിക്കാം, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫ് കണ്ടിട്ടായിരിക്കും, ഓർ നിങ്ങൾക്ക് പ്രീവിയസ് റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ട്രോമകളിൽ നിന്നായിരിക്കാം. പക്ഷെ ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് അതിന് കറക്ഷൻ നോക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ദിസ് ഇസ് എ സോഷ്യൽ ഇഷ്യൂ. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. സിസ്റ്റമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. സിസ്റ്റത്തിൻ്റെ ഐഡിയ ഓഫ് മാരേജ്, സിസ്റ്റത്തിൻ്റെ ഐഡിയ ഓഫ് ഫാമിലി, ഐഡിയ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഐഡിയ ഓഫ് സെക്സ്, സെക്ഷുവാലിറ്റി, ഇതെല്ലാമാണ് മാറേണ്ടത്. ഇത് മാറാതെ ഓരോരുത്തരെയും നമ്മൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾ തെറ്റായിരുന്നു, നിങ്ങൾ ശരിയാവും. ആരാണ് ഈ ശരി തീരുമാനിക്കുന്നത്? അല്ലേ? അപ്പോൾ അതാണ് ചോദ്യം. അവിടെ ഞാൻ നിർത്തുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്യാനാണ് ഞാൻ പുറ്റ് എന്നുള്ള നോവല് ഞാൻ എഴുതിയത്. ഈ ഫാമിലി എന്നുള്ള സങ്കല്പം എന്താണ്, അതിലെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് പുറ്റ് നോവലിലാണ് ഇതിൻ്റെ സംഘർഷങ്ങൾ മുഴുവൻ ഞാൻ എഴുതി തീർത്തത്. പിന്നെ ഈ ഒരു സെഷൻ്റെ മോഡറേഷൻ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ വലിയ താത്വികമായ ഒരു ഇതുള്ള ആളല്ല ഞാൻ. അപ്പം എന്തുണ്ടാകും എന്നുള്ള, പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഈ കുറച്ചുകൂടെ പുരുഷപക്ഷത്തു നിന്ന് എന്തെങ്കിലും തർക്കിച്ച് നേടാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് എൻ്റെ മോളോട് ഞാൻ ചോദിച്ചു, എന്താ മോളെ അവൾക്കിപ്പം ഈ 18 വയസ്സ് തികയും. അപ്പം എന്നോട് ചോദിച്ചു, ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ പരിപാടി എന്താണ്, കല്യാണം കഴിക്കണോ വേണ്ടയോ? അപ്പോൾ അവളും പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒട്ടും ആകർഷണീയമല്ല നമ്മുടെ ഇവിടുത്തെ സാഹചര്യം, സിസ്റ്റം ഒട്ടും ആകർഷണീയമല്ല. നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ച്, പുതിയ കാലത്തിൻ്റെ സ്ത്രീകളെ സംബന്ധിച്ച് ഒട്ടും ആകർഷണീയമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറുക എന്നുള്ളതാണ് നമ്മുടെ ഈ സെഷൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇതായിട്ട് കിട്ടുന്നത്. അവിടെയും നമുക്ക് ആ സിസ്റ്റം മാറാൻ, എന്നുവെച്ചാൽ ആരോഗ്യകരമായി ആ സിസ്റ്റം എങ്ങനെ മാറാം എന്നുള്ളതിലേക്ക് കുട്ടികൾ കൊണ്ടുപോയിക്കോളും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കുട്ടികൾ ആ കാലത്തേക്ക് കൊണ്ടുപോട്ടെ എന്ന ആശംസകളോടെ ഞാൻ ഈ സെഷൻ്റെ പരിപാടി. ഈ നടന്ന സംവാദങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പക്ഷെ അതോടൊപ്പം എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ചർച്ച നടന്നത് തന്നെ ബിനോയ് തോമസ് പറയുണ്ടായി, നമ്മളിപ്പം മനുഷ്യവംശത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഇന്ത്യൻ കൺസെപ്റ്റില്ല. ഇവിടെ ഒരു ഭയങ്കര വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. മനുഷ്യവംശത്തിനെ കുറിച്ചെന്ന് പറയുമ്പോഴും വിനു സംസാരിച്ചത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിന്ന് മാത്രമാണോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സംസാരിക്കുന്ന ഈ സംവാദമെല്ലാം തന്നെ ഒരു മനുഷ്യ കേന്ദ്രീകൃത സമൂഹത്തിൽ നിന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യ കേന്ദ്രീകൃത സമൂഹത്തെക്കുറിച്ചല്ല, ഒരു ബയോസെൻട്രിക് സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ നിലനിൽപ്പ്, ഭാവി, ഇതൊരു പ്രസക്തമായ വിഷയമല്ല. വളരെ വ്യക്തമായൊരു കാര്യമാണ് പറഞ്ഞത്. AI ജീവിക്കും, നമ്മളില്ലാണ്ടാകും എന്നുള്ള ആ സാധനമാണ് പറഞ്ഞത്. അതും സംഭവിക്കാവുന്ന കാര്യമാണ്, നമുക്ക് അറിയാം. എന്തായാലും ഞാൻ പിന്നെ എന്നാന്നറിയോ, ഞാൻ അങ്ങനെ ഒരാളായി പോയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, അത് മാറില്ലല്ലോ. ഓക്കെ.